ഹലോ ഗൈസ്, ഗെറ്റ് ന്യൂ ഗുരു ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്മെന്റ് സീരീസിൽ നെക്സ്റ്റ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഹോം പേജിലുള്ള മെന്യൂസിലുള്ള ഓപ്ഷൻസ്. ഓക്കെ, സോ ഒരു ആൻഡ്രോയിഡ് ആപ്പ് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ടോപ്പ് റൈറ്റ് കോർണറിൽ ഒരു മെനു, ഒരു 3 ഡോട്ട് ബട്ടൺ ഉണ്ടല്ലോ, അതാണ് മെനു. ഇതിനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് വെക്കാൻ പറ്റും. ബൈ ഡിഫോൾട്ട് സെറ്റിംഗ്സ് എന്നൊരു ഒറ്റ ഓപ്ഷനെ വരാറുള്ളൂ. ബട്ട് ഈ ആപ്പിനകത്ത് നമുക്ക് നമുക്ക് ചെയ്യുന്ന ആപ്പിനകത്ത് നമുക്ക് മെന്യൂസിനകത്ത് എത്ര വേണമെങ്കിലും വെക്കാം. അപ്പം ഞാനൊരു ഡെമോൺസ്ട്രേഷന് വേണ്ടി ഈ ആപ്പിനകത്തുള്ള 2 എക്സ്ട്രാ അഡീഷണൽ മെന്യൂസ് കാണിച്ചു തരാം. ഇത് ലോഗിന് ക്ലിക്ക് ചെയ്യുമ്പം ലോഗിൻ പേജിലേക്ക് പോകാനുള്ള ഒരു ആക്ഷൻ ആണ് കൊടുത്തേക്കുന്നത്. പിന്നുള്ള ഒരു മെനു എന്ന് പറയുന്നത് രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുമ്പം ഒരു ലോഡിംഗ് മെസ്സേജ് കാണിച്ചുകൊണ്ട് രജിസ്റ്ററിനകത്തോട്ട് പോകാനുള്ളത്. ഓക്കെ, ഇനി ഞാൻ ഇതിന്റെ കോഡിങ് കാണിച്ചു തരാം. അപ്പം നമ്മുടെ ആപ്പിനകത്ത് SRC റെസ്, ഓക്കെ, ഈ റെസ്സിനകത്ത് റിസോഴ്സസിനകത്ത് ലേഔട്ട്സ് ഉണ്ട്, മെന്യൂസ് ഉണ്ട്. ആ കാണുന്ന മെന്യൂസ് എല്ലാം വരുന്നത് മെനു എന്ന് പറയുന്ന സബ് ഡയറക്ടറിക്കകത്താണ്. ഓക്കെ, ഇതിനകത്ത് നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി ആയതുകൊണ്ട് main.xml തന്നെ നോക്കണം. രണ്ടാമത്തെ ആക്ടിവിറ്റി ആയിരുന്നെങ്കിൽ അത് മെയിൻ ആക്ടിവിറ്റി 2.xml പോയി നോക്കണം. അപ്പൊ നമ്മൾ നിൽക്കുന്നത് ഫസ്റ്റ് മെയിൻ ആക്ടിവിറ്റിയിലായതുകൊണ്ട് ഇതിന്റെ മെയിനകത്ത് തന്നെ നമുക്ക് ഇതിന്റെ മെന്യൂസ് വരും. അപ്പൊ ആ സ്ക്രീനിൽ കണ്ട ഇതുപോലത്തെ സ്ക്രീനിൽ കണ്ട 2 ഓപ്ഷൻസ് കാണണ്ടേ, ലോഗിനും രജിസ്ട്രേഷനും. ഇത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഒരൊറ്റ ലൈനേ കാണത്തുള്ളൂ, ഈ ഒരു ലൈൻ. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ലേഔട്ട് സെക്ഷനിൽ നിന്ന് ഇവിടുന്ന് ആഡ് കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഒരൊറ്റ ലൈൻ ഉണ്ടല്ലോ, ഈ ഫുൾ സെറ്റ് കോപ്പി ചെയ്തിട്ട് 2 വട്ടം 3 വട്ടം പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഓപ്ഷന്റെ ID മാത്രം ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ കണ്ട ആക്ഷൻ സെറ്റിംഗ്സിനെ ഉണ്ട്, ഇവിടെ ആക്ഷൻ സെറ്റിംഗ്സ് 2 ആക്കി, ആക്ഷൻ സെറ്റിംഗ്സ് 3 ആക്കി. ഓക്കെ, ഇനി ഈ മെന്യൂസ് എല്ലാം വർക്ക് ആവുന്ന എവിടാന്ന് വെച്ചാൽ ഇതിന്റെ ജാവ ഫയൽ SRCക്കകത്ത് മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവയ്ക്കകത്ത് ഓൺ ഓപ്ഷൻസ് ഐറ്റം സെലക്റ്റഡ്, ഇതിനകത്താണ് മെന്യൂസിന്റെ എല്ലാം വരുന്നത്. അപ്പം ബൈ ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് ഇവിടെ ഒറ്റ ഒരു ലൈനേ കാണത്തുള്ളൂ, ഈ ഒരു ലൈൻ, ആ സെറ്റിംഗ്സിന്റെ ലൈൻ മാത്രം. ഓക്കെ, നമുക്ക് അഡീഷണലി ആഡ് ചെയ്യുമ്പം ഈ ഒരു ഇഫ് കണ്ടീഷൻ ഉണ്ടല്ലോ, ഈ ഇഫ് കണ്ടീഷൻ നമ്മൾ ഒന്നുകൂടെ കോപ്പി പേസ്റ്റ് ചെയ്യണം, ഇതേപോലെ തന്നെ. എന്നിട്ട് ഇതിനകത്ത് നമ്മുടെ മറ്റേ main.xml IDs വെക്കണം. ഈ ഫയലല്ല, ഇതിനകത്ത് ഇവിടെ ഈ ID ഉണ്ട്, ID ആക്ഷൻ സെറ്റിംഗ്സ് 2, ആക്ഷൻ സെറ്റിംഗ്സ് 3. ഈ ID നിങ്ങൾക്ക് വേണമെങ്കിൽ റീനെയിം ചെയ്യാം. ഞാൻ അതും റീനെയിം ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് നമ്പർ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, സോ അതിനകത്ത് മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവയ്ക്കകത്ത് ആ ID ഉണ്ട്, ഇഫ് കണ്ടീഷനിൽ ആക്ഷൻ സെറ്റിംഗ്സ് 2, ആക്ഷൻ സെറ്റിംഗ്സ് 3 എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇപ്പൊ ഒരു മെസ്സേജ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടോസ്റ്റ് മെസ്സേജ് എഴുതാം. പ്രീവിയസ് വീഡിയോസിൽ ഞാൻ ടോസ്റ്റ് കവർ ചെയ്തായിരുന്നു. അപ്പം ടോസ്റ്റ് കൊടുക്കേണ്ട രീതി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യിപ്പിക്കണമെങ്കിൽ ഒരു ഫംഗ്ഷൻ വേണമെങ്കിലും വിളിപ്പിക്കാം. ഫംഗ്ഷൻ വിളിപ്പിക്കാൻ വേണ്ടി ഫംഗ്ഷൻ നെയിമോട് കൊടുത്താൽ മതി. ഇപ്പൊ ആക്ഷൻ സെറ്റിംഗ്സ് 3 എന്ന് പറയുന്നത് ആക്ഷൻ സെറ്റിംഗ്സ് 3 രജിസ്ട്രേഷൻ്റെ ആണ്. അതുകൊണ്ട് ആക്ഷൻ സെറ്റിംഗ്സ് 3ക്കകത്ത് ഞാൻ രജിസ്ട്രേഷൻ ഫംഗ്ഷൻ വെച്ചേക്കുന്നു. ഇനി ഈ രജിസ്ട്രേഷൻ ഫംഗ്ഷൻ ഞാൻ താഴെ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, രജിസ്ട്രേഷൻ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഇൻഡന്റ് വെച്ച് ഞാൻ ഒരു ആക്ടിവിറ്റിയിലേക്ക് പോകുന്നുണ്ട്. ആക്ടിവിറ്റി 16 എൻ്റെ രജിസ്ട്രേഷൻ ആക്ടിവിറ്റിയാണ്. ഞാനിപ്പോൾ രജിസ്ട്രേഷന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഡ് ചെയ്ത് ആക്ടിവിറ്റി 16 കണ്ട രജിസ്ട്രേഷൻ ആക്ടിവിറ്റിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മെനു കോഡ് ചെയ്യേണ്ടത്. അപ്പോൾ മെനു കോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ റെസ് എന്ന ഫോൾഡറിനകത്ത് മെനൂസിൽ വരണം. മെനൂസിനകത്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെനുവിൻ്റെ XML ഉറക്കുക. മെനുവിൻ്റെ XMLനകത്ത് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് നമുക്കൊരു പുതിയ ആപ്പിൽ ഇതിന് ചെയ്ത് നോക്കാം. ഞാനിപ്പം കറണ്ട് ആപ്പ് ക്ലോസ് ചെയ്തിട്ട് എൻ്റെ ടെസ്റ്റ് ആപ്പ് എടുക്കുന്നു. ടെസ്റ്റ് ആപ്പിനകത്ത് main.xml കണ്ടപ്പോൾ ഒന്നുമില്ല. ഞാനിത് ഒന്ന് റൺ ചെയ്ത് കാണിക്കും. ഓക്കെ, എൻ്റെ ആപ്പ് ലോഡായി. ഇവിടെ ഇപ്പോൾ സെറ്റിംഗ്സ് മാത്രമേ ഉള്ളൂ. ഞാൻ ഇനി ഇവിടെ 2 മെനു ആഡ് ചെയ്യാൻ പോവാം. കോപ്പി പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നു about us, contact us. ID മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞില്ല, ID മാറ്റി 2ഉം 3ഉം കൊടുത്തു. അല്ലെങ്കിൽ ഇവിടെ ഇഷ്ടമുള്ള ID കൊടുക്കും. അത് കഴിഞ്ഞിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൺ ആസ് കൊടുക്കുക.
ആപ്ലിക്കേഷൻ റീഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ പുതിയ 2 ഓപ്ഷൻസ് വരും. ഓക്കെ, ഇപ്പൊ കണ്ടോ അബൌട്ട് അസും കോൺടാക്ട് അസ് 2 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ ആക്ഷൻ എഴുതണമെങ്കിൽ ഇതിന്റെ ജാവ ഫയലിൽ പോയിട്ട് ആക്ഷൻ കൊടുത്താൽ മതി. മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവയ്ക്കകത്ത് നമുക്ക് ഓൺ ഓപ്ഷൻസ് ഐറ്റം സെലക്ടഡ് ഇതിനകത്ത് കണ്ട് ഈ ഇഫ് കണ്ടീഷൻ കോപ്പി ചെയ്ത് 2 വട്ടം പേസ്റ്റ് ചെയ്തിട്ട് ഇവിടുത്തെ ID2 ID3 ആക്കിയിട്ട് അകത്ത് എന്താണോ ആക്ഷൻ ചെയ്യേണ്ടത് ആ കോഡ് എഴുതി കൊടുത്താൽ മതി. നമുക്ക് മെനൂസ് വെച്ച് ആക്ഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. See you in next video. Bye bye.